ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ഇൻഡോ പസഫിക്കിൽ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ആ ചേഞ്ച് അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യ ഇൻഡോ പസഫിക്കിൽ ഒരു ഡോമിനേറ്റ് പവറായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഈ ഇടപെട്ട കാലത്ത് നടത്തിയ ബ്രഹ്മോസ് ഡീലുകൾ, ഇതാണ് ഇന്ത്യയെ ഇൻഡോ പസഫിക്കിലെ ഒരു ഡോമിനേറ്റ് പവറായിട്ട് മാറ്റിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് പോലും ഇല്ലാത്ത രീതിയിലുള്ള സ്വാധീനം ഏഷ്യൻ രാജ്യങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ ഇടയിലും ചൈനയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ പോലത്തെ രാജ്യങ്ങളുടെ ഉള്ളിൽ ഇന്ത്യ ബ്രഹ്മോസ് ഡീൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഒരു ഡിഫൻസ് ഡിറ്ററൻസ് ചൈനയ്ക്കെതിരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യ ഈ വിഷയത്തിൽ വിജയകരമായി ഒരു ഡിഫൻസ് ഡിറ്ററൻസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനെ അമേരിക്ക തന്നെ ഇച്ചിരി റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. കാരണം ഇന്ത്യയുടെ ഈ ഒരു വളർച്ച, ഇന്ത്യയുടെ ഈ ഒരു മുന്നോട്ട് പോക്ക്, പ്രത്യേകിച്ച് ഡിഫൻസ് മേഖലയിലുള്ള മുന്നോട്ട് പോക്ക്, അത് അമേരിക്കയെ തന്നെ ഒന്ന് ചിന്തിപ്പിക്കുന്നുണ്ട്. അമേരിക്ക ഇന്ത്യയെ തിരിഞ്ഞു നോക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഇന്ത്യ മാറിയിട്ടുണ്ട് ഈ മേഖലയിൽ. അതാണ് അമേരിക്ക എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇൻഡോ പസഫിക് മേഖലയിൽ ഏഷ്യൻ സൈഡിൽ ഇന്ത്യ നോക്കിക്കോളും, ഇന്ത്യക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് സിംഗപ്പൂരിൽ വെച്ചിട്ട് പീറ്റർ ഹെഗ്സെത്ത് പറഞ്ഞു മടങ്ങിയത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആസിയാൻ സബ്മിറ്റിൽ വെച്ചിട്ട് ഇന്ത്യയെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീറ്റർ ഹെഗ്സെത്ത് പറയാനുള്ള റീസണും ഇതായിരുന്നു. അപ്പോൾ അതായത് ഇതിനകത്ത് ഡോക്യുമെൻ്റലിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡോ അല്ല, പക്ഷേ ഇന്ത്യ അമേരിക്കയെ ഇവിടെ സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ്. ഇൻഡോ പസഫിക് എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്രത്യേകിച്ച് ഏഷ്യൻ സൈഡിൽ ഇന്ത്യയാണ് അതിൻ്റെ യഥാർത്ഥ ലീഡർ എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുകയാണ് ഇന്ത്യ. ആ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ആക്രമണത്തിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ UAE-യിൽ നിന്നും പുറപ്പെട്ട കപ്പലിനെതിരെയാണ് ഇറാൻ അറ്റാക്ക് നടത്തിയത്. ഒരു ഇന്ത്യക്കാരൻ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ ഇന്ത്യ ശക്തമായ രീതിയിൽ ഇറാൻ്റെ അടുത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ്റെ അംബാസഡറെ വിളിച്ചു വരുത്തി എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇറാനെ കുറച്ചാൾ മാറ്റി നിർത്തുക, യുദ്ധമൊക്കെ തീരട്ട്. RIMPAC എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഹവായിൽ വെച്ച് നടത്തുന്ന മിലിറ്ററി ട്രെയിനിങ്, അതിന് ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ അംബാസഡർ സെർജിയോ ഗോറാണ് ഇന്ത്യൻ ടീമിനെ ക്ഷണിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ലീഡ് ചെയ്യണം, ഹവായിലുള്ള ആ ഒരു മിലിറ്ററി ട്രെയിനിങ്ങിനെ ഇന്ത്യ ലീഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിം ഓഫ് ദ പസഫിക് എക്സസൈസ് 2026 ഹവായ് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. ഈ എക്സസൈസിൽ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. 2028-2029 UNSC, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു ക്യാമ്പയിൻ, ശരിക്കും അതിൻ്റെ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആന്റോണിയോ ഗുട്ടറസുമായിട്ട് നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ ചർച്ച നടത്തിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ഞാൻ ഇതിന് മുമ്പുള്ള ഇൻസൈറ്റ്സ് മലയാളത്തിൽ ഞാൻ ഈ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യ UNSC-യിൽ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, ഗ്രൂപ്പ് 4 രാജ്യങ്ങൾ എന്താണ് അവരുടെ ആവശ്യം, പെർമനൻറ്റ് മെമ്പേഴ്സ്, അതേപോലെ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ്, ഈ മെമ്പേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പാൻഷൻ പ്ലാന്, അതുപോലെ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സിൻ്റെ എണ്ണം മാത്രം വർദ്ധിപ്പിച്ചാൽ പോരാ, പെർമനൻറ്റ് മെമ്പേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള 4 രാജ്യങ്ങളുടെ താല്പര്യം. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു ക്യാമ്പയിൻ, ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയോടൊപ്പം ബ്രസീൽ, ജർമ്മനി, ജപ്പാൻ 3 രാജ്യങ്ങളും കൂടിയുണ്ട്. അതിലുപരിയായിട്ട് നിരവധി രാജ്യങ്ങൾ ഇതിനെ, ഈ ഒരു ആശയത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്. ആന്റോണിയോ ഗുട്ടറസിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിയോജിപ്പൊന്നുമില്ല. ഇവിടെ തലപ്പത്തിരിക്കുന്ന 5 രാജ്യങ്ങളുണ്ടല്ലോ, വീറ്റോ പവറുള്ള 5 രാജ്യങ്ങൾ, സോ കോൾഡ് സൂപ്പർ പവർ എന്നൊക്കെ അറിയപ്പെടുന്ന രാജ്യങ്ങൾ, അമേരിക്ക, റഷ്യ, ചൈന, UK, ഫ്രാൻസ്, ഇവർക്കാണ് ഇതിനകത്ത് ബുദ്ധിമുട്ട്. അവർക്കെന്തോ അതിലൊരു ക്രെഡിറ്റ് ഉണ്ട്. ആ ക്രെഡിറ്റ് മറ്റുള്ള രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ലായ്മ, ഒരു ഈഗോ ക്ലാഷ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. എനിവേ ഈ ക്യാമ്പയിൻ എങ്ങനെ മുന്നോട്ട് പോകും നമുക്ക് നോക്കാം. 2028-2029 ഇതിനൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് മറ്റുള്ള ലോകരാജ്യങ്ങളെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. അതേപോലെ ഇന്ത്യ എങ്ങനെയാണ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പണം തീവ്രവാദികൾക്ക് പോയി ചേരുന്നത് എന്നുള്ള തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും, കാരണം അത്രമാത്രം ഡീപ്പായിട്ടുള്ളൊരു സബ്ജക്റ്റാണിത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഒരു ഔട്ട്ലൈൻ പിക്ചർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് UNSC-ക്ക്. ഇങ്ങനെയൊക്കെയാണ് തീവ്രവാദികൾക്ക് ഫണ്ട് പോകുന്നത്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇൻവോൾവ്മെൻറ്റ് ഇവിടെ ഉണ്ട്, അതും ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
ഇന്നു മുതൽ വീണ്ടും ഇറാനിയൻ കപ്പലുകൾക്ക് ബ്ലോക്കേഡ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ. 7ാമത്തെ GE എഞ്ചിൻ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. HALൻ്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ എത്തിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി ചെക്ക് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ F-35 സെയിൽ ടു തുർക്കി, അതിനെ ഇസ്രായേലാണ് എതിർക്കുന്നത് ശക്തമായിട്ട്. പക്ഷേ ഇന്ത്യക്കും അതിനെ എതിർക്കേണ്ടതുണ്ട്. കാരണം തുർക്കിയും പാകിസ്ഥാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ആ സാഹചര്യത്തിൽ F-35 ഡീൽ, ട്രംപ് മുന്നോട്ട് വെക്കുന്ന F-35 ഡീൽ ഇന്ത്യയും ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇസ്രായേൽ മാത്രമല്ല, ഇന്ത്യയും അമേരിക്ക തുർക്കി F-35 ഡീലിന് എതിരാണ്. ബിക്കോസ് ഓഫ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ അസീം മുനീറിനെതിരെ ഫസ്ലുർ റഹ്മാൻ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു പാർലമെൻറ്റേറിയൻ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് പാർലമെൻറ്റിനുള്ളിൽ. ടേക്ക് ഓഫ് യുവർ യൂണിഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഉടുപ്പൂരി വെച്ചിട്ട് പോടോ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ബലൂചിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, അതേപോലെ ഖൈബർ പക്തൂണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. ഇവരൊക്കെ എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് സ്റ്റേറ്റ് ചോദിക്കുന്നത്? നിൻ്റെ കഴിവുകേട് കൊണ്ടല്ലേ, അവരെ ഇത്തരത്തിലാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട പങ്കാളി നീയല്ലേ എന്നുള്ള രീതിയിലൊക്കെ അസീം മുനീറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്. UAEക്കെതിരെയും ഖത്തറിനെതിരെയൊക്കെ ഇറാൻ മിസൈലുകൾ അയക്കുന്നുണ്ടായിരുന്നു, ഡ്രോണുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ സക്സസ്ഫുള്ളി ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരെണ്ണം പോലും പതിച്ചിട്ടില്ല. ഖത്തർ പോലും ഇച്ചിരി കോംപ്രമൈസ് ആയിട്ടുണ്ട്. പക്ഷേ UAEയിൽ ഒരെണ്ണം പോലും വീണിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത്രത്തോളം UAEയുടെ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ സെക്യൂർഡാണ്. കഴിഞ്ഞ 5 ആഴ്ചയുടെ ഡേറ്റ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ആഴ്ചയാണ് ഏറ്റവും കുറഞ്ഞ ലെവലിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ചരക്ക് നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ചരക്ക് ഗതാഗതം പൂർണ്ണമായിട്ടും നിലച്ച അവസ്ഥയിലാണ് ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ. ഇറാൻ്റെ മീഡിയ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നിരവധി അമേരിക്കൻ ലീഡേഴ്സിൻ്റെ പേര്, ചില യൂറോപ്യൻ നേതാക്കളുടെ പേര്, ഫോട്ടോ ഇതെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ നെറ്റിയിലെല്ലാം കൃത്യമായിട്ടുള്ള ഷൂട്ടിംഗ് പിൻ പോയിന്റ് ഇട്ടുകൊണ്ടാണ് ആ ഇമേജ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവരെല്ലാം തന്നെ ഇറാൻ്റെ ടാർഗറ്റ് ലിസ്റ്റിലുണ്ട്. IRGC ഇവരെല്ലാം വധിക്കുമെന്നാണ് അതിൻ്റെ സൂചന. അതിൽ നെതന്യാഹു ഉണ്ട്, മാക്രോൺ ഉണ്ട്, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണി ഉണ്ട്, ട്രംപ് ഉണ്ട്, കീർ സ്റ്റാർമർ ഉണ്ട്. അതായത് വെസ്റ്റേൺ രാജ്യങ്ങളുടെ കംപ്ലീറ്റ് ലീഡേഴ്സിൻ്റെയും ഫേസ് അതിനകത്തുണ്ട്. വെസ്റ്റിനെതിരാണ്, ഈ ബ്രദർഹുഡ് ഐഡിയോളജിയാണ് അവർ ഇപ്പം മുന്നോട്ട് വെക്കുന്നത്. ബ്രദർഹുഡാണ് ഈ വെസ്റ്റിനെതിരാണ്, വെസ്റ്റേൺ കൾച്ചർ കൊണ്ടുവരാൻ പാടില്ല, അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ബ്രദർഹുഡാണ്. ആ ബ്രദർഹുഡിൻ്റെ ഐഡിയോളജിക്ക് ഒത്താണ് ഈ ഫോട്ടോസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് വി വിൽ റിറ്റാലിയേറ്റ്, ഞങ്ങൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും. ഇതിന് മുമ്പ് ആക്രമണം നടത്തിയതുപോലെയല്ല, അതിൻ്റെ 10 മടങ്ങ് എഫക്റ്റീവായിട്ട് തന്നെ ഇറാനെതിരെ അറ്റാക്ക് നടത്തും. അഥവാ നിങ്ങളെങ്ങാനും ഇസ്രായേലിലേക്ക് മിസൈൽ വിട്ട് കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ആ ചിന്തയുണ്ടെങ്കിൽ ഇപ്പോഴേ മായ്ച്ചു കളഞ്ഞേക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മിസൈലുകൾ വന്നാൽ മാത്രമല്ല, ആണവായുധം ഉൽപ്പാദിപ്പിച്ചാലും ഞങ്ങൾ ഇതേ മാതൃകയിൽ തന്നെ പ്രതികരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നെതന്യാഹു. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഇറാന് വേണ്ടിയിട്ടുള്ള ഡോർ എപ്പോഴും ഓപ്പൺ ആണ്, അവർക്ക് വേണമെങ്കിൽ ചർച്ച നടത്താം, പക്ഷേ ആക്രമണം നിർത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കും, ചർച്ചകൾ വേണമെങ്കിൽ ഒരു സൈഡിലൂടെ നടത്താം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. കിഷ് എന്ന് പറഞ്ഞ ഐലൻഡിൽ, ഇറാൻ്റെ ഒരു ഐലൻഡാണിത്, അവിടുത്തെ പവർ പ്ലാന്റിന് മേളിൽ അമേരിക്ക അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഒമാൻ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനാഷണൽ ലോ ഒബേ ചെയ്തുകൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷനാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ നടക്കേണ്ടത്. സോ ഇറാൻ അതിനെ മാനിക്കണമെന്നാണ് ഒമാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.